ഹായ് എവരി വൺ. നമ്മുടെ ജെഇ അഡ്വാൻസ് 2025 റിസൾട്ട് പബ്ലിഷായി. അഭിമാനകരമായ നേട്ടമാണ് സൈലത്തിന് ഇത്തവണ അവകാശപ്പെടാനുള്ളത്. ഈ നേട്ടത്തിൽ സൈലത്തോടൊപ്പം ഉണ്ടായിരുന്ന നവീദ് മുഹമ്മദാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഈ ഒരു 2 വർഷത്തെ പ്രിപ്പറേഷനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നവീദ് സൈലത്തിൻ്റെ സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ ജെഇ മെയിനും അഡ്വാൻസും ഒക്കെ എഴുതിയ ഒരാളാണ് നവീദ്. ഈ ഒരു 2 വർഷത്തെ ജേണി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ജെഇ മെയിനും അഡ്വാൻസിനും ഒക്കെ നവീദ് പ്രിപ്പയർ ആയതെന്ന് നവീദിനോട് നമുക്ക് ചോദിക്കാം. സോ ഓവറോൾ ഈ ഒരു എൻറ്റയർ ജേണി നമുക്ക് റാങ്കിലേക്ക് വരാം കേട്ടോ. നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ട് എത്രയാണ് റാങ്ക്, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ചോദിക്കട്ടെ നവീദ്, ഈ ഒരു 2 വർഷം നമ്മൾ സൈലത്തിൻ്റെ സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ട് ജെഇ മെയിനും അഡ്വാൻസും ബോർഡ് എക്സാം ഒക്കെ എഴുതി. അപ്പോൾ ഈ ഒരു ഓവറോൾ ജേണി എങ്ങനെയായിരുന്നു? ഞാൻ 10th വരെ CBSE തന്നെ പഠിച്ചത്. പിന്നെ 10th ശേഷം പിന്നെ എന്തെന്ന് ആലോചിച്ചപ്പോഴാണ് നേരത്തെ എഞ്ചിനീയറിംഗ് എടുക്കണമെന്നതിന് കൂടുതൽ താല്പര്യം. പിന്നെ ഒരു 7th 8th ഒക്കെ ആയപ്പോൾ തന്നെ സിസ്റ്റർ എൻട്രൻസ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. സിസ്റ്റർ അങ്ങനെ തന്നെ പറഞ്ഞ് എഞ്ചിനീയറിംഗിൽ ഉള്ളതിൽ ടോപ്പ് എക്സാം, അതിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ ജെഇ മെയിൻസും ജെഇ അഡ്വാൻസ്ഡും ആണ്. ജെഇ അഡ്വാൻസ് നല്ല ടഫ്. അപ്പം അന്ന് തന്നെ ഒരു ഇതുണ്ട്, ജെഇ മെയിൻസ് അഡ്വാൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ 10th ശേഷം പിന്നെ എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് സ്കൂളിങ്ങിന്റെ കൂടെ തന്നെ കോച്ചിങ് കൂടി ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ +1 +2 അതിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ആലോചിച്ചപ്പോഴാണ് പിന്നെ സൈലം സ്കൂള് അറിഞ്ഞത്. അങ്ങനെയാണ് സൈലത്തിന്റെ സ്കൂളിലേക്ക് ചേർന്നത്. പിന്നെ നമ്മള് +1 സ്റ്റാർട്ട് ചെയ്ത് +1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു സിസ്റ്റം അതുവരെയുള്ള സിസ്റ്റം മാറി വേറെ സിസ്റ്റം വരുന്നതാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് രീതിയിൽ പഠിക്കാൻ തുടങ്ങി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മാറി. കാരണം നമ്മൾ ബോർഡിന് സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മെയിൻലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ അത്യാവശ്യം രീതിയിൽ പഠിക്കുന്നതാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു പരിധി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആണ്. പിന്നെ ആ കണ്ടന്റ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതാണെങ്കിലും കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ കണ്ടന്റ് വായിച്ചതിന്റെ ബേസിസിലായിരിക്കും. +2 എത്തിയില്ല, 10th ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കണ്ടന്റ് വായിച്ചത് ഏതാണ് അത് റിക്രിയേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. പിന്നെ അങ്ങനെ +1 കയറി. അങ്ങനെ പിന്നെ എൻട്രൻസിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യലും പ്രിപ്പറേഷൻ. അപ്പൊ കുറച്ചൊരു പിടുത്തുണ്ടായിരുന്നു. ഒരു +1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 3 months 4 months ആയപ്പോ തന്നെ ഓൾമോസ്റ്റ് സെറ്റ് ആയി വന്ന്. ബേസിക്കലി നമ്മളൊരു സൈക്കിൾ ബാലൻസ് ഒക്കെ കിട്ടുന്നത് ആ ട്രാക്കിലായ പിന്നെ റെഡിയാണ് തിരിച്ചിങ്ങനെ വരുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ ഇതായി വന്ന് പിന്നെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മള് അധികമായിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്നൊന്നും നേരത്തെ അറിയില്ല. ഇന്നത്തെ ഒരു എക്സാം ഉണ്ട്, കുറച്ചധികം അഡ്വാൻസ് ഒക്കെ അധികം ടഫാന്ന രീതിയിലാണ് വന്നത്. അപ്പോൾ മെയിൻസ് കുറച്ചുകൂടി അഡ്വാൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിയാണ്. പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ സ്കൂളിലേക്ക് വന്നതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പൊ അതിലേക്ക് ഒരു ഹോൾഡ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 3 to 4 months നമുക്ക് റെഡിയാവും. അങ്ങനെ റെഡിയായി. പിന്നെന്താ, പിന്നെ +1 അത്യാവശ്യം നല്ല പ്രിപ്പയർ ചെയ്ത് ഫണ്ടമെന്റൽ ബേസിൽ തന്നെ പ്രിപ്പയർ ചെയ്ത്. പിന്നെ +2 ആയപ്പോൾ ഒരു സ്പെഷ്യൽ ബാച്ച് മാറി. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം +2 ആയപ്പോൾ സ്പെഷ്യൽ ബാച്ച് മാറി. പിന്നെ അവിടുന്ന് കണ്ടിന്യൂറ്റി പ്രിപ്പറേഷൻ ആയിരുന്നു. അഡ്വാൻസിന്റെ ലെവൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മള് മെയിൻസും അഡ്വാൻസും ഇതിലേക്ക് പോയി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പല കുട്ടികൾക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് +1 +2 കൂടെ തന്നെ നമ്മളൊരു ജെഇ മെയിനോ അല്ലെങ്കിൽ അഡ്വാൻസിനോ അല്ലെങ്കിൽ മേ ബി നീറ്റിനായിക്കോട്ടെ, പാരലൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൂടെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെക്ടിക് എന്നും തോന്നാറുണ്ടോ? എക്സ്ട്രീംലി ഹെക്ടിക് ആണെന്ന് എന്നൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? എക്സ്ട്രീംലി ഹെക്ടിക് ആയിട്ട് അങ്ങനെ ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം നമ്മള് ഇവിടേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താന്ന് ആദ്യം അറിയില്ല. ഒരു ഫസ്റ്റത്തെ 4 months കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. അത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കണം. നമ്മള് എന്താണ് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം. എഫേർട്ട് എടുക്കണം. പിന്നെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ അധികം ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ സൈലം സ്കൂളിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക്. നമ്മളെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പിയർ ഗ്രൂപ്പ് ഒക്കെ ആ ഒരു ഞാൻ ഹോസ്റ്റലർ ആയിരുന്നു. 2 years ഹോസ്റ്റലർ ആയിരുന്നു. അപ്പൊ നമ്മൾ ആ പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പൊ ആ പിയർ ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ തോന്നൂല. പിന്നെ ഇത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞല്ലേ, ഒരൊറ്റ വേർഡ് നമുക്ക് ഈ ഒരു ഭയങ്കര ഹെക്ടിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയോ? നവീദിന്റെ ബോർഡ് എക്സാമിന്റെ പെർസെന്റേജ്? ബോർഡ് എക്സാമിൽ എനിക്ക് CBSE ബോർഡ് എക്സാമിൽ 96%. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ബോർഡ് എക്സാമും അല്ലെങ്കിൽ ജെഇ മെയിൻ അഡ്വാൻസിന്റെ പ്രിപ്പറേഷനും രണ്ടും പാരലായിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാനേജബിൾ ആണ്. രണ്ടിനും നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് കിട്ടുക. ഇപ്പം CBSE ബോർഡ് എക്സാമിന് ഒരു പെർസെൻറ്റേജ് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ജെഇ മെയിൻ ആണെങ്കിൽ പെർസെൻറ്റേജ് കിട്ടുക എന്നുള്ളത് മാനേജബിൾ ആണ്. ഇറ്റ് ഈസ് ഡൂവബിൾ. അതിൻ്റെ ഒരു
ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നവീദ്. ഓക്കെ, അപ്പോൾ ബോർഡ് എക്സാം അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതായത് ഡിഫിക്കൽട്ട് എന്നല്ല, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ മെയിൻ ആണെങ്കിൽ നമുക്ക് 4 ഓപ്ഷനിൽ ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അഡ്വാൻസ് ആകുമ്പോൾ നമുക്ക് വേറെ പല വെറൈറ്റീസും ഉണ്ട്. പക്ഷേ ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ ആ ഒരു ഭാഗമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് എക്സാമിനുള്ള റൈറ്റിംഗ് സ്കില്ല് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടായി പോയി എന്നൊരു ഫീലിംഗ് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാമും ചേഞ്ച് ആയോണ്ടിരിക്കുകയാണ്. ബോർഡ് എക്സാമിന്റെ ആ പാറ്റേണിങ് ചേഞ്ച് ആണ്. കൂടുതൽ കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ കൺസെപ്ഷനിലും ബേസിക് തിങ്കിങ് ലെവല് കുറച്ചുകൂടി ഹയർ ഓർഡർ തിങ്കിങ് ലെവലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മളൊരു ജെയ് മെയിൻസിനും അഡ്വാൻസിനും പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പാണ് നമ്മൾ അതിന്റെ അഡ്വാൻസ് കിട്ടാനുള്ള ഗോളും അതാണ്. എന്ത് കോൺസെപ്ഷണൽ ക്ലാരിറ്റി, ഹൈലി കോൺസെപ്ഷണൽ ക്ലാരിറ്റി വരെയും പിന്നെന്താണ് ഹയർ ഓർഡർ തിങ്കിങ്, ക്വസ്റ്റ്യൻ സോൾവിങ് സ്കിൽസ് ആണ്. അപ്പോൾ ഒരു അഡ്വാൻസിന്റെ അതേ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും അതേ പാറ്റേൺ ആണ് ഇപ്പോൾ ബോർഡ് എക്സാം വരുന്നത്. അത് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു അതുണ്ടാണ്. ഇപ്പൊ ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാം ഒക്കെ എന്ന് പറഞ്ഞാല് ഫിസിക്സ് ഒക്കെ ടഫാന്ന് എല്ലാരും പറഞ്ഞേന്. അതിപ്പം ആയിരിക്കും, അത് പ്രിപ്പറേഷനിൽ ഡിഫറൻസ് ഉണ്ടാവുന്നതാണ്. പക്ഷെ എനിക്കൊക്കെ പേഴ്സണലി ഫീൽ ചെയ്ത പറയുമ്പോൾ ഫിസിക്സ് അത്ര ടഫായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പഠിക്കുന്നത് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ആണ്. ഡീപ്ലി കോൺസെപ്ഷനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ ലെവൽ അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പോകും. എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ ടഫായിട്ട് തോന്നിയിട്ടില്ല. ഓരോ ആൾക്കാരും ഓരോ പ്രിപ്പറേഷനായിട്ടാണ്. പക്ഷെ ഞാൻ ചെയ്തതിൽ ടഫായിട്ട് തോന്നിയില്ല. അതിനുള്ള മെയിൻ റീസൺ നമ്മൾ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പഠിക്കുന്നതാണ്. അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. നമ്മുടെ ഒരു സിമ്പിൾ ബോർഡ് എക്സാമിൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സർഫസിൽ വെച്ചിട്ടാണ് പോവുക. അത് ബേസിക്കലി ഇതിനകത്ത് ഏത് പറഞ്ഞ ബോർഡ് എക്സാം ആയിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഫണ്ടമെന്റലി വേണ്ടത് കോൺസെപ്റ്റ് ക്ലാരിറ്റി. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഉണ്ട് എങ്കിൽ പിന്നെ ഏതാണെങ്കിലും വിഷയമില്ല. ഏത് എക്സാമും നമ്മളെ എഞ്ചിനീയറിംഗിന്റെ ബേസിൽ ഏത് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ജെയ് മെയിന്റെ അറ്റംപ്റ്റിലേക്ക് വരുമ്പോൾ ജെയ് മെയിൻ എങ്ങനെയായിരുന്നു പെർസെന്റേജ് ഒക്കെ വന്നത്? ജെയ് മെയിന് ബെസ്റ്റ് ഓഫ് 2 എനിക്ക് 97.6 ആയിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിലായിരുന്നു കിട്ടിയത്. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് പോയപ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാ ഇംപ്രൂവ് ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത്? ആ ഒരു ചേഞ്ചിന് നമ്മുടെ സൈലം സ്കൂളിലുള്ള ഈ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തത് നമ്മൾ പറയാമോ? അത് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിന് പോയ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഭീകരദക്ഷം മാത്സ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ജെയ് മാത്സ്, ബോർഡ് മാത്സ് കുഴപ്പമില്ല. പിന്നെ ജെയ് മാത്സ് എന്ന രീതിയിൽ ആ ടൈമിൽ പ്രോബ്ലംസ് സോൾവിങ് ഒക്കെ കുറച്ച് മോശമായിരുന്നു. അതിൽ ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരുന്നത് ജെയ് മെയിൻസിനും മാത്സിനും ഫിസിക്സിനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ അതൊരു മിസ്റ്റേക്കാണ്. കാരണം ഫേസ് 1 ചെയ്ത് പോയത് കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നല്ല, അധികമായിട്ട് നോക്കിയില്ല. അപ്പോൾ കെമിസ്ട്രിയാണ് സ്കോറിംഗ് വരിക. അപ്പൊ ഏത് സെക്ഷനിലാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് എന്നുള്ളത് വിഷയമല്ല, ടോട്ടൽ മാർക്കിലാണ്. പിന്നെ ആ ഒരു പെർസെന്റേജിന്റെ ഡിഫറൻസും ഇതായിരുന്നു. ചിലപ്പോ കെമിസ്ട്രി നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് ഡിഫറൻസ് വരും. അപ്പൊ അതിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കെമിസ്ട്രി ഉണ്ടായിട്ട്. അതായിരുന്നു ഞാൻ സെക്കൻഡ് ഫേസിൽ മാറ്റിയത്. സെക്കൻഡ് ഫേസ് ആയപ്പോ കെമിസ്ട്രി ഫുള്ള് പക്ക പഠിച്ചു. സ്റ്റാർട്ടിങ്ങിൽ കെമിസ്ട്രി ഒക്കെ ഫുള്ള് നോക്കി പോലുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് നിന്നേ. അതില് പിന്നെ സെക്കൻഡ് ആയപ്പോൾ കെമിസ്ട്രി കുറച്ചുകൂടി തറവാക്കി ഫിസിക്സും മാത്സും ഒക്കെ ഇതാക്കിയത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി സെക്കൻഡ് ഫേസ് ആയപ്പോൾ. പിന്നെ അതേ തന്നെ അഡ്വാൻസിലും അതേ രീതിയിൽ തന്നെ കെമിസ്ട്രി നല്ല സ്ട്രോങ് ആക്കി കീപ്പ് ചെയ്ത്, പിന്നെ ഫിസിക്സിനും നല്ല ഇത് കൊടുത്ത്, പിന്നെ മാത്സും അങ്ങനെ പ്രിപ്പയർ ചെയ്ത്. സോ ഇനി ജെയ് മെയിൻ ഒക്കെ കഴിഞ്ഞ് ജെയ് അഡ്വാൻസ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ മാറി? ഇപ്പൊ നമുക്കറിയാം മെയിൻ ആകുമ്പോൾ നമുക്കറിയാം വെറും 4 ചോദ്യം, ആ 4 ചോദ്യത്തിൽ ഒരെണ്ണം ശരിയായിട്ടുള്ള ഉത്തരമായിരിക്കും. അത് മാർക്ക് ചെയ്താൽ 4 മാർക്ക്, തെറ്റിയാൽ 1 മാർക്ക് കുറയും, ഇല്ലെങ്കിൽ മാർക്കില്ല. ബട്ട് അഡ്വാൻസിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട്. ലൈക്ക് മൾട്ടിപ്പിൾ ആൻസർ കറക്റ്റ്, അത് 4 ഓപ്ഷൻ ചിലപ്പോൾ 4ഉം കറക്റ്റ് ആയിട്ട് വരാം, ചിലപ്പോൾ 3 കറക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ആ രീതിയിൽ ഇൻഡീജർ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. മാത്സ് ഫോളോവിങ്, ശരിക്കും പറയുമ്പോൾ മാത്സ് ഫോളോവിങ് ക്വസ്റ്റൻ ഒക്കെ ജെയ് മെയിൻ ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതെന്തായാലും ആൻസർ കിട്ടും, നമ്മൾ എങ്ങനെ നോക്കിയാലും മാച്ച് ചെയ്ത ആൻസർ കിട്ടും. പക്ഷേ അഡ്വാൻസിന്റെ ലെവലിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല, അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു പ്രിപ്പറേഷനിലേക്ക് നവീദ് എങ്ങനെയാണ് പോയത് മെയിനിന് ശേഷമൊക്കെ? മെയിനിന് ശേഷം നമ്മൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ മെയിനിന്റെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോൺസെപ്റ്റ് പക്കാണ്. അത് അഡ്വാൻസിന് വേണ്ടത് ഏറ്റവും ഇതാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്നാണ് ഒരു അഡ്വാൻസ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കല്. അത് പിന്നെ കണക്ട് ചെയ്തിട്ട് ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്.
പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഉം. കാരണം ക്വസ്റ്റ്യൻ ടൈപ്പുകൾ വ്യത്യാസമാണ്. സാർ നേരത്തെ പറഞ്ഞ മാതിരി മറ്റേതിൽ ആകെ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നിൽക്കിയാൽ മതി. ആ, അത് ക്ലിക്ക് ചെയ്താൽ ഉത്തരം പരിപാടി ശരിയാണെങ്കിൽ കഴിഞ്ഞു. 4 ഉം. മാർക്ക്. പക്ഷെ ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇതിൽ അങ്ങനെ തന്നെ ഒരു സിംഗിൾ കറക്റ്റ് ആൻസർ വരുന്നുണ്ട്, പിന്നെ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തെറ്റിയാൽ 2 മാർക്ക് പോകും. അതെ. പിന്നെ മാച്ചിങ് മാച്ചിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ 4 to 5 4 to 6 അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവും. മൾട്ടിപ്പിൾ മാച്ചിങ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് നമ്മൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ സാധാ MCQ ക്വസ്റ്റനിൽ ഒരു ആൻസർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 25%. പക്ഷെ ഇവിടെ ഒരു ആൻസർ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചാൻസ് പറഞ്ഞാൽ മേ ബി 5%, 3% ഒക്കെ ആയിരിക്കും. കാരണം 20 പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടാവും, 20-25 ഉണ്ടാവാം. അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും ശരി. ശരി. അപ്പൊ അത്രയും ആക്യുറസിയോടെ നമ്മുടെ ആൻസർ മാർക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫറെന്റ് ആണ്. വെച്ചാല് ഫ്ലൂക്കില് ആൻസർ കിട്ടൂല. നമ്മള് ആ 5 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 ഓപ്ഷൻ നമ്മൾ അറിയണം, എന്നാലാണ് നമുക്ക് ആ ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ബേസിസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ശരിക്കും പാറ്റേൺ റെക്കഗ്നൈസിങ് മെയിൻസിൽ വർക്ക് ചെയ്യും, ഒരിക്കലും അഡ്വാൻസിൽ വർക്ക് ചെയ്യില്ല ആ സാധനം. അപ്പൊ നമ്മള് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള പാറ്റേൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരി അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഐഡിയാസ്, പിന്നെ മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെന്റ് വല്ലാതൊരു പ്രശ്നം വരില്ല. കാരണം ടൈം അത്യാവശ്യത്തിന് കിട്ടും, അഡ്വാൻസിന് ടൈം അത്യാവശ്യത്തിന് കിട്ടും. പിന്നെ നമ്മള് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് മോക്ക് എക്സാംസ്, നമ്മളെ അഡ്വാൻസ് ലെവലിൽ മോക്ക് എക്സാംസ് ഞങ്ങൾക്ക് കുറെ നടത്തിന്. ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ +2 ഓർഗാനിക് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറെ അഡ്വാൻസിന്റെ മോക്ക് എക്സാം, അന്നൊക്കെ മാർക്കൊക്കെ വളരെ ലോ ആയിരുന്നു. അത് പിന്നെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് കണ്ട് പിന്നെ ആ ടോപ്പിക്സ് തറാവുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മാർക്കും കോൺഫിഡൻസും കൂടും. കോൺഫിഡൻസ് ആണ് ഏറ്റവും മെയിൻ കീ വരുന്നത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചില ക്വസ്റ്റ്യൻ നമ്മൾ വിടേണ്ടി വരും, ഉറപ്പാണ് വിടേണ്ടി വരും, അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ആ വിടുന്നതിൽ നമ്മള് ടെൻഷൻ അടിച്ചാല് നമുക്ക് ഒരിക്കലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയൂല. അപ്പൊ അതിനാണ് നമ്മളെ മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ ഒരു കംപ്ലീറ്റ് ഡിഫറെന്റ് പാത്ത് തന്നെയാണ്. പക്ഷെ പഠിക്കുന്ന കോൺസെപ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ പക്ഷെ നമ്മൾ എഴുതേണ്ട ഒരു നമ്മളെ മെന്റാലിറ്റി ഒക്കെ കംപ്ലീറ്റ് ഡിഫറെന്റ് പാത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ അഡ്വാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ജെയ് മെയിന് ശേഷം. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ഇപ്പം ഒരു അഡ്വാൻസിന് എന്ന് പറയുമ്പോൾ അഡ്വാൻസിന്റെ ഒരു തിങ്കിങ് ലെവൽ ഉണ്ട്, അഡ്വാൻസിന് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തിങ്കിങ് ലെവൽ ഉണ്ട്. ഇപ്പം മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സാധാ പ്രിപ്പറേഷനിൽ പോയാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു മെത്തേഡ് നമുക്ക് കിട്ടും. ചിലപ്പോൾ ആ മെത്തേഡ് എടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 4 മിനിറ്റ്സിന്റെ മെത്തേഡ് ആണെങ്കിൽ ആ ടൈം ഒരു മെത്തേഡ് എടുക്കാൻ നമുക്ക് ഇക്ബാൽ സാറൊക്കെ മാത്സ് എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ 10 മെത്തേഡിലൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചിലത് 10 മിനിറ്റിന്റെ മെത്തേഡ്, 5 മിനിറ്റിന്റെ മെത്തേഡ്, 3 മിനിറ്റ്, 2 മിനിറ്റ്, ചിലപ്പോ നോക്കിയിട്ട് ഉത്തരം പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ടാവും. അപ്പൊ അഡ്വാൻസിന്റെ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുൾ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് എപ്പോഴും അഡ്വാൻസ് എന്ന് പറഞ്ഞാല് അതായത് അഡ്വാൻസ് പറയുമ്പോൾ നമ്മൾ അഡാപ്റ്റബിൾ ആവണം, വേഴ്സറ്റൈൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫെമിലർ ആവണം, അതിന് പലതരത്തിലുള്ള തിങ്കിങ് വേണം. ഈ തിങ്കിങ് എല്ലാം പലതരത്തിലുള്ള തിങ്കിങ് ആണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് കമ്പൈൻ ചെയ്യാൻ പറ്റുകയും വേണം. ഈ ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് അഡ്വാൻസിന് കുറച്ചുകൂടെ വേണ്ടത്. സോ അങ്ങനെ നമ്മുടെ അഡ്വാൻസ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ അഡ്വാൻസിന് നമ്മൾ റാങ്ക് ഇതുവരെ പറഞ്ഞില്ല, നമ്മൾ ഇനി റാങ്ക് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് അഡ്വാൻസിന്റെ റാങ്ക് വന്നത്? അഡ്വാൻസിന്റെ റാങ്ക് എന്ന് പറയുമ്പോൾ 13,506 ആണ്. ഓക്കെ. അപ്പൊ ഇനി ഈ ഒരു റാങ്ക് വെച്ച് അതിനകത്ത് OBC റാങ്ക് പിന്നെയും താഴെ ആയിരിക്കും, 3000 വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു റാങ്ക് വെച്ചിട്ട് നവീദിന് ഇനിയുള്ള പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മള് ജോസിന്റെ അലൊക്കേഷൻ ഓപ്പൺ ആയിന്. അപ്പം ഇനി ബ്രാഞ്ചസ് നമ്മൾ കൊടുക്കണം, ഓരോ IIT കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ IIT നമ്മള് ഇത് കൊടുക്കണം, ഇതിന് കൊടുക്കണം. പിന്നെ NIT ഒക്കെ ഓപ്പൺ ആയിന്. അപ്പൊ ഇനിയും ഫെർദർലി ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണം. കൂടുതൽ താല്പര്യം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ടൈപ്പ്, ഫിസിക്സിനോട് കുറച്ചുകൂടി താല്പര്യം ഉണ്ടായതുകൊണ്ട് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആ ബ്രാഞ്ചസിനോടാണ് താല്പര്യം. ഓക്കെ. അപ്പൊ ഇത്തവണ നമുക്ക് ഇനി ചിലപ്പം 12th കഴിഞ്ഞവർക്ക് പലർക്കും ജെയ് മെയിനും അഡ്വാൻസും എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് നമ്മുടെ സൈലം സ്കൂളിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മേ ബി പാരലി പ്രിപ്പയർ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന കുറേ കുട്ടികൾ അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നവീദിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആസ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, എഞ്ചിനീയറിംഗ് നല്ലൊരു കോഴ്സിൽ നല്ലൊരു പ്ലേസ്മെന്റിലൂടെ കിട്ടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ജെയ് മെയിൻസും ജെയ് അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അത് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ
ഒരു സൈലം സ്കൂളിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കൂളിങ്ങിലൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ, പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ അഡ്വാൻസിനൊക്കെ വേണ്ടത് നമ്മൾ എല്ലാം പാർട്ടും നമ്മൾ നല്ല കൺസെപ്റ്റോടെ പഠിക്കണം. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും റീലേണിംഗ് വരും. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല കോൺസെപ്റ്റിൽ പഠിച്ചാൽ കിട്ടാനുള്ള സാധ്യതയും പ്രോബിലിറ്റിയും അധികമാണ്. അതെ. അപ്പോൾ അതിലേറ്റവും നല്ല നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരു എഞ്ചിനീയറിംഗിൽ നല്ല പ്ലേസ്മെന്റോടെ നല്ലൊരു IIT-യിലോ അല്ലെങ്കിൽ NIT-യിലോ കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് യു ഷുഡ് ഗോ ഫോർത്ത്, നല്ലൊരു ഇതിലേക്ക് പോകണം. യെസ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു എൻറ്റയർ ഡിസ്കഷൻ എന്തായാലും കുട്ടികളുടെ സൈഡ് നോക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് 2 വർഷം കൊണ്ട് നവീദ് ക്രാക്ക് ചെയ്തത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇനിയും ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ എൻഡേഴ്സിനും നവീദിന് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.